ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാറി കുഴുവേലിപ്പടിയിലാണ്. 4 സെൻറ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീട്. കുഴുവേലിപ്പടി ജംഗ്ഷനിൽ നിന്നും ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം 800 മീറ്ററാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്ന് അകലം വരുന്നത്. വീടിന് ഫ്രണ്ടിലായി വരുന്നത് ഏകദേശം 6 മീറ്റർ വിഡ്ത്തുള്ള റോഡാണ്. 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് വരുന്നത്. വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ കടപ്പ കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. നീളത്തിലുള്ള സിറ്റ് ഔട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. തേക്കൂട്ടാണ് ഫ്രണ്ട് ഏരിയയിൽ മുഴുവനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. തേക്കൂട്ടിൽ തന്നെയാണ് മെയിൻ ഡോറിൻ്റെ നിർമ്മാണം. വലിയൊരു വുഡൻ ഹാൻഡിലും മെയിൻ ഡോറിന് നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിംഗ് സ്പേസ് ആണ്. വളരെ മികച്ച രീതിയിൽ ഫർണിഷ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീടാണ് ഇത്. ഫ്രണ്ടിലായിട്ട് ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് വളരെ മികച്ചതാക്കിയിരിക്കുന്നു. വൈറ്റ് കളർ ടൈലുകളാണ് ഡോറിൽ നൽകിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. അവിടെ ക്യൂരിയോസൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഡൈനിങ് ഏരിയയും. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിൽ വലിപ്പമുള്ളതാണ് ഡൈനിങ് ഏരിയ. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിനടിയിലായിട്ട് ഇൻവേർട്ടറിന് ഓപ്ഷൻ നൽകിയിരിക്കുന്നു. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. ചെറിയൊരു ഹാങ്ങിങ് പോട്ടും അവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. വാഷ് കൗണ്ടർ ഒരു ഭാഗത്ത് ഒതുങ്ങി മാറി തന്നെയാണ് വരുന്നത്. പർഗോളകൾ നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് വരുന്നത്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇവിടെയും ചെറിയൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. എൽ ഷേപ്പിലാണ് ടേബിൾ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളർ വാൾ ടൈലുകൾ അതിന് മുകളിലായിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കിച്ചണിലും നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. GI സ്ക്വയർ ട്യൂബും പോളി കാർബണേറ്റ് ഷീറ്റും ഉപയോഗിച്ച് പൂർണ്ണമായും കവർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് ആ ബെഡ്റൂം വരുന്നത്. വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. ഇരുവശത്തുമായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് ജനലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ സെൻറ്റർ ഭാഗം ചെയ്തിരിക്കുന്നത്. കോവ് LED ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. PVC ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ബാത്റൂം. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ നൽകിയിട്ടുണ്ട്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിംഗ്സ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ആണ് വരുന്നത്. ഇവിടെ വാഷ് ബേസിനും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതിനോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറും വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഒരു ഭാഗത്ത് 3 പാളി ജനൽ വരുന്നുണ്ട്. ഒരു വശത്തായി 2 പാളികളുടെ ജനലും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നൽകിയിരിക്കുന്നു. ഇവിടെ ബാത്റൂം ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്.
ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഗ്രേ കളർ ഫിനിഷ് വരുന്ന രീതിയിലുള്ള വാൾ ടൈല് നൽകിയിരിക്കുന്നു. ഫിറ്റിങ്സുകളെല്ലാം നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ സെയിം തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. GI ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലുകളാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് CNC മെഷീനിൽ കട്ട് ചെയ്ത GI ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ചെറിയൊരു സ്റ്റഡി ടേബിൾ പോലെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വീഡിയോസ് വയ്ക്കാവുന്ന ഒരു ഷെൽഫ് പോലെ അവിടെ നമുക്ക് കാണാം. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയുമാണ് വരുന്നത്. കയറി വരുന്ന ഭാഗത്ത് തന്നെ പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു ഷാൻലിയർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. ഒരു TV യൂണിറ്റ് മികച്ച രീതിയിൽ തന്നെ ഇവിടെയും ഒരുക്കിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മുകളിലത്തെ നിലയിൽ വരുന്നത് 2 ബെഡ്റൂമുകളാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ ബെഡ്റൂമിൻ്റെ ഏകദേശം സെയിം സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. ജനലുകളുടെ എല്ലാം ഡിസൈൻ സെയിം തന്നെയാണ്. ഓരോ പാളികളുള്ള 2 ജനലും ഒരു 3 പാളിയുള്ള ജനലും വരുന്നുണ്ട്. ഫോൾ സീലിംഗും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. മൾട്ടിവുഡിലാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. PVC ലാമിനേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിലാണ് വാൾ ടൈലുകൾ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ കാണാം. അതിന് താഴെയായിട്ട് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് ഷവർ, നേരെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു 6 കിലോമീറ്ററാണ്. മെയിൻ റോഡിലേക്ക് 800 മീറ്ററാണ് അകലം വരുന്നത്. വളരെ മികച്ച റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊരു മിനിമം ഒരു 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ നമുക്കൊരു 5 മിനിറ്റ് മതിയാകും. 4 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2100 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള മനോഹരമായിട്ടുള്ള വീട്. ഈ വീടിൻ്റെ വില 95 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഇനി നിങ്ങളുടെ കൈവശത്തിൽ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി കൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരു ഭാഗത്തായിട്ട് സിമെൻറ്റ് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് GI സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള പർഗോള കാണാം. സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള പാരപ്പറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വളരെ മികച്ച വലിയ റോഡ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.